भी पहली बार है. ഞാൻ ട്രിവാൻഡ്രം ചേട്ടാ. ചേട്ടാ ഇത് താരാ പോസ്റ്റ് പോകുന്നതാണോ? അതാണ് ഞങ്ങൾ അറിയുന്നില്ല. ആ ഇവിടെ മാപ്പും ഇല്ല. ഞാൻ വിചാരിച്ചത് ചോക്കിയാണെന്ന് വിചാരിച്ചു അവിടെ ചോദിക്കാന്ന് വിചാരിച്ചത്. ചോദിച്ചിട്ട് കേട്ടെ ഒറ്റക്കാണല്ലോ. ഊട്ടിക്ക് പോയിറങ്ങി ഞാൻ. ഊട്ടിക്കോ? പുതിയ ബൈക്ക് വാങ്ങിച്ച ഊട്ടിക്ക് പോവാന്ന് പറഞ്ഞ് ഇറങ്ങി. വീട്ടിൽ നിന്നോ? എത്ര മാസമായി? 20 ദിവസമായി. 20 ദിവസം? അവിടുന്ന് എങ്ങനെ വന്നേ? ഞാൻ പിന്നെ ഇവിടുന്ന് സിയാച്ചിലൊക്കെ പോയി. അല്ല വണ്ടി എങ്ങനെ വന്നു? ഓടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോടത്ത് നിർത്തി ഇങ്ങനെ കറങ്ങി. എന്താ വ്ളോഗ് എന്താ ഉണ്ടോ? ചേട്ടാ ഇവിടെയാണോ പോസ്റ്റ്? ഇവിടെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകാം. ഇവിടെ ഉള്ളതിൽ സിയാച്ചിൽ പോയപ്പോ പോലും തണുപ്പില്ല. പക്ഷെ ഇവിടെ വന്നപ്പോ ഒടുക്കത്തെ ഇന്നലെ വന്നേ ഉള്ളൂ കേട്ടോ. ഇന്നലെ എന്തോ ബാങ്കോങ്ങിലായിരുന്നു സ്റ്റേ. ഞാൻ ഹൻലേ പോവാന്ന് വിചാരിക്കണം. പക്ഷെ എനിക്ക് നിമൂന്ന് അങ്ങനെ എന്തോ സ്ഥലം ഉണ്ടല്ലോ. ന്യൂമേ പോയിട്ട് പെട്രോൾ ഒന്ന് ഫില്ല് ചെയ്യണം. പിന്നെ അവിടെ നിന്ന് പറ്റുമെങ്കിൽ ഒരു ക്യാനും കൂടെ വാങ്ങിക്കണം. ഇതുവരെ ക്യാനൊന്നും വാങ്ങിച്ചില്ല. ആ അപ്പൊ നിങ്ങളെ ബാക്കിന്ന് ഞാൻ വരാം. ശരി കേട്ടോ. आप इसी रूट है? ठीक है सर. ये न्यूमा जाने के लिए न्यूमा हाँ थोड़ा सा आगे जाके हाँ एक लेफ्ट ले लो. एक पुल मिलेगा, ब्रिज क्रॉस करके पूरा राइट जाना पूरा. उधर पेट्रोल पंप मिलेगा? नहीं मिलेगा. न्यूमा में मिलेगा. कितना देर लगेगा? न्यूमा यहाँ से 90 किलोमीटर है. 90 किलोमीटर है. ठीक है. ചെക്ക് പോസ്റ്റ് ആയിരുന്നു. അവിടെ ചെക്ക് പോസ്റ്റിൽ വണ്ടി നമ്പറും പെർമിറ്റും കാണിക്കണം. എങ്കിൽ മാത്രമേ ഫ്രണ്ടിലോട്ട് വിടുകയുള്ളൂ. ആരും ഇവിടുത്തെ പോലീസൊക്കെ നല്ല കാര്യമാണ്. हाँ सर इधर से सीधा जाएगा ना? हाँ 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 सर इस साइड. ठीक. രസംഗ്ല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ വാർ മെമ്മോറിയലുണ്ട്. അപ്പോൾ പട്ടാളക്കാരുടെ കഫ്തേരിയയിൽ വന്നിട്ട് ഒരു ചായയും സമൂസയും. വേറെ ഈ റൂട്ടിലൊന്നും ഇല്ല. ഇത് വാർ മെമ്മോറിയലിലാണ്. നല്ല മഴയാണ് ഇവിടെ. അവിടുന്ന് കുറച്ച് ഈ മല കണ്ടില്ലേ? ഇതിൽ കാണാമല്ലോ. ഈ മലയ്ക്കപ്പുറം ചൈനയാണ്, ചൈന ബോർഡറാണ്. അപ്പോൾ ഇതിൻ്റെ അവിടെയൊക്കെ നമ്മളെ പോസ്റ്റൊക്കെ ഉണ്ട്, ഇന്ത്യൻ പോസ്റ്റ്. ഇത് രസംഗ്ല എന്ന് പറയുന്ന മെമ്മോറിയലാണ്. ഇത് സ്ഥലത്തിൻ്റെ പേര് രസംഗ്ല. ഇവിടെ പണ്ടൊരു യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ യുദ്ധത്തിന് 13 കുമോൺ എന്ന് പറയുന്ന ഇന്ത്യൻ ആർമിയുടെ റെജിമെൻറ്റ്, അതിൽ കുറേ പേര് മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ മെമ്മോറിയൽ ഉണ്ടാക്കിയത്. അന്ന് ആ രസംഗ്ല ക്യാപ്ചർ ചെയ്യാൻ അവർ കിടന്ന് പാടുപെട്ടതും അതെല്ലാം ഇവിടെ ഈ തിയേറ്ററിൽ കാണിച്ചിട്ടുണ്ട്.
അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ ഷൂട്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ അവരോട് ചോദിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ അവർ പറഞ്ഞു അവരുടെ പട്ടാളക്കാരുടെ ആരുടെയും ഇതൊന്നും എടുക്കരുത്, അത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല നമുക്ക്. सर इस पहाड़ी के पीछे पीछे पूरा चाइना. हाँ. उधर भी हमारा पोस्ट है. मैं आप बताऊंगा आपको पूरा बताऊंगा. ठीक है. ഇപ്പോൾ കാണുന്നത് റസംഗ്ല മെമ്മോറിയൽ. ഇവിടുന്ന് ഈ മല കണ്ടില്ലേ, ഈ മലയ്ക്ക് അപ്പുറം ചൈനയാണ്. രക്ഷയില്ല. ചൈന ബോർഡറിൻ്റെ അടുത്ത് നിൽക്കണം. അതിൻ്റെ മുകളിലൊക്കെ നമ്മളെ പിക്കറ്റ്സൊക്കെ ഉണ്ട്. ഇത് അന്ന് മരിച്ച പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടിത് ഉണ്ടാക്കിയതാണ്, അവരുടെ ഓർമ്മയ്ക്ക്. ഇവിടെ അന്ന് മരിച്ച പട്ടാളക്കാരുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അന്ന് ഇവിടുത്തെ യുദ്ധത്തിൽ പങ്കെടുത്തത് ഇന്ത്യൻ ആർമിയിലെ 13 കുമ്മയോൺ എന്ന് പറയുന്ന റെജിമെൻ്റാണ്. ഇന്ത്യൻ ആർമി ഇഷ്ടംപോലെ റെജിമെൻറ്റ്സ് ഉണ്ട്, അതിൽ 13 കുമ്മയോണാണ് അന്ന് ഇവിടെ പങ്കെടുത്തത്. അതുകൊണ്ട് അവരുടെ ആ കമ്പനിയുടെ പേരെന്ന് പറയുന്നത് റസംഗ്ല കമ്പനി എന്നാക്കി ആ യുദ്ധം ജയിച്ചതിന് ശേഷം. കണ്ടില്ലേ, മേജർ ഷൈതാൻ സിംഗ്. അന്ന് നമുക്ക് വേണ്ടിയിട്ട് മരിച്ച ആൾക്കാരുടെയൊക്കെ പേര് കണ്ടില്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് ബുക്കിൽ പഠിച്ചാലൊന്നും കിട്ടൂല, നിങ്ങൾ ഇവിടെ വന്ന് തന്നെ കാണണം. നമ്മൾ ബുക്കിൽ പഠിക്കണമെന്നല്ല, നമ്മൾ റിയൽ ലൈഫിൽ ഇവിടെ വരുമ്പോഴും സത്യമായിട്ട് ഞാൻ പറയണം, നമ്മൾ ബുക്കിൽ പഠിക്കണത് പഠിക്കണ്ടെന്നല്ല പറയണം, പക്ഷെ പഠിക്കണമെന്നും ഒരുപാട് ഡിഫറെൻറ്റ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ വന്ന് തന്നെ റിയൽ ലൈഫിൽ കണ്ട് പഠിക്കാൻ ഒരുപാടുണ്ട്. റിയൽ ലൈഫ് എക്സ്പീരിയൻസൊക്കെ വേറെ ലെവലാണ്, രക്ഷയില്ല. ഞാൻ വെറുതെ പറയണതല്ല, സീരിയസ്ലി പറയണം. നിങ്ങൾ നേരെ കാണുന്നത് ചൈന ബോർഡറാണ്. അവിടെ ചൈനയിലെ ഇന്ത്യയിലെയും പോസ്റ്റുണ്ട്, കണ്ടില്ലേ. ഈ പട്ടാളക്കാരനാണ് പറഞ്ഞു തന്നു. പിന്നെ പുള്ളിയിൽ ഇതൊന്നും ഇടല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് അതൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇത്ര അടുത്ത നിന്നിട്ട് ചൈന കാണാം, കണ്ടില്ലേ. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് മണലാണ്, കണ്ടില്ലേ. മണലിൽ വളരെ ഓടിച്ചില്ല, കണ്ടോ, നല്ല മണലാണ്. ഇതിൻ്റെ അപ്പുറത്ത് ചൈനയുണ്ട്, ചൈന ബോർഡറാണ്. നമ്മൾ പാകിസ്ഥാൻ ബോർഡർ കണ്ട് ഒരു ചൈന बॉर्डर एती. मैंने सोचा इधर से रास्ता है, ऐसे आ गया. अरे अरे अरे, पीछे ले सकते आप यार. आगे वाला उठाते ना पहले उधर से. आ जाओ उधर से, मैं जाता हूँ नीचे से. उठा के करते हैं इसको. चलो घसीट के करना चाहे एक दिन. हाँ स्टार्ट करूँ मैं. पीछे जाओ, दो एक बंदा पीछे जाओ. स्टार्ट कर दूँ. मत करो. थैंक्स भाई. मैंने सोचा उधर से रास्ता है, ऐसे आ गया. थैंक यू भाई. देख के चलो. तुम लोग कहाँ जा रहे हैं? हानले.
अल्ले पेट्रोल पंप उधर है क्या है कि देखना हाँ, न्यूमा में मिलेगा ऐसे बोल रहा पीछे एक अपाची गाड़ी दिखा हाँ वो बंदा उधर ही है क्या मैंने पूछा उसके कोई कुछ हेल्प वगैरह नहीं जाओ ऐसे बोल दिया रुका था क्या उन्होंने हाँ वो साइड में रखा है अपाची 3 RTR है ना कुछ देखने के लिए RTR 310 हाँ वही है कहाँ रुके थे वो ऐसे आते टाइम में सुन गाड़ी देख के चलो ठीक है भाई हमसे जाओ आराम से कोई टाइम नहीं दौड़ नहीं मारो इधर से हल्ले ऐसे जाता है सीधा एक ही साथ चलेंगे ठीक है ठीक है ठीक है आप अकेले हैं हाँ मैं अकेले केरले वाले हैं हमारे साथ अच्छा हाँ तीन बंदे हैं ठीक അങ്ങനെ ഞാൻ വഴിയിൽ പെട്ടു ഇനി ഇവര് രക്ഷപ്പെടുത്തി അങ്ങനെ रूट लगे तेलुगु वस्ता तेलुगु नहीं उसमें कहीं को गया मतलब नहीं इस रास्ते से एक गाड़ी जाता था आर्मी का उसके पीछे मैं भी गया तो वो गाड़ी चला गया मैं उधर बच गया మన బైక్ అయితే ఇంకా భయం కూడా రాకపోతుండే అడ్వెంచర్ అని వచ్చింది అది అదే हाँ यही बंदा है ना हाँ ये फोन भी नहीं रुक रहे देखे फोन नहीं रुक रहा उन लोग चले जा रहे पूरे कांड मराने दो ना बैंचो बाइक ओवर हिट हो गई थी बीच में मैं रुका हुआ था पूछो भाई से मैं तुम भी मेरे साथ गाड़ी फंस गई उसको उधर गाड़ी फंस गई मेरा मैं फिर कि सिस्टम हो गया कूलेंट आयल అయిపోయిందంట ओवर हिट हो गई वहाँ पे रुक गई साइड में बैंच फोजी मुझे ऐसे देख रही है कैसे रुक गया मैं वही देख रहा था अब उधर बीच में रुका था ना हाँ वो गर्म हो गई थी ना ओवर हिट अच्छा। हो गई तो थोड़ी ठंडी हुई उसके बाद स्टार्ट हुई फिर लेके आया अच्छा ऐसे ही करना पड़ेगा हर 40-50 किलोमीटर के बाद ये ऐसे होता है अरे ये तो 600 ये कितने की है ये 600 किलोमीटर जाता है तो कोई प्रॉब्लम नहीं है कितने रुपए की है ये 390 एडवेंचर हाँ वो बेस्ट बाइक है केरला में 4 लाख हो गया मेरे को 4 लाख और यार मैं तो यही ले लेता बहन चोद 100 ये आप देखा ना कैसे कोई मुश्किल नहीं जाते टाइम में सीट भी अच्छी है आले कंफर्टेबल है మనతో నేలే స్టే చేసిరిల్లు अभी तक इसका सेकंड सर्विस ही हो गया यही बैठा हुआ तो गाड़ी उससे ले अरे सीट भी अच्छी है यार सब कुछ बढ़िया इसका ഇപ്പം നിങ്ങൾ കാണുന്ന നമ്മുടെ വണ്ടിയിൽ എത്ര മരുഭൂമി പോലെയാണ് എൻ്റെ വണ്ടി ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയി അങ്ങനെ അവർ വന്ന് രക്ഷിച്ചു ഞാൻ ഇതുവഴി വേറെ വണ്ടി പോകണ കണ്ടിട്ട് ഞാൻ അതിൻ്റെ പിറകെ പോയതാണ് ഇവിടെ ഫുള്ളും മരുഭൂമി പോലെയാണ് ലേയിലാണ് ഉണ്ടല്ലോ അവിടെ മഞ്ഞ് ഇതിൻ്റെ അപ്പുറത്ത് ചൈന ഇതിൻ്റെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത് ഇവർ ഞാൻ പോണ വഴിക്കുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവരെ കൂടെ പോകാനാണ് പറഞ്ഞത്
പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ വരാം, ജാട്ട് RR റൈഡർ.